ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. സോ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഡേറ്റ് വന്നു അല്ലേ, ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുകയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഉടനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മാസം 28-ാം തീയതിയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അവസരമാണ് വരാൻ പോകുന്നത്. അപ്പൊ അത് മിസ്സാക്കാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ആദ്യം അപ്ലൈ ചെയ്യണം, അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പഠിക്കേണ്ടതും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമൊക്കെ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സോ ഒട്ടും വൈകാതെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ഇനി നമ്മൾ പഠിക്കുന്ന കാര്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിലോസഫിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ തന്നെയാണ് എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പൊ അതിൽ ഒരുപാട് ഫിലോസഫേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിജി വരുന്നുണ്ട്, രവീന്ദ്രനാഥ ടാഗോർ വരുന്നുണ്ട്, പൗലോ ഫ്രൈറി വരുന്നുണ്ട്, ദെൻ സ്വാമി വിവേകാനന്ദ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ അതിൽ വരുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ഗാന്ധിജി അല്ലെ. സോ മഹാത്മാഗാന്ധിനെ കുറിച്ച് ചെറുപ്പത്തിൽ പഠിച്ച കുറെ കാര്യങ്ങൾ നമുക്കറിയാം. എന്താ, ഗാന്ധി ജയന്തി ഒക്ടോബർ 2-നാണ്, അല്ലെങ്കിൽ ഗാന്ധിജി ജനിച്ചത് ഇന്ന ഡേറ്റിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇവിടെ കുറച്ചുകൂടെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ്, ഞാൻ ഇവിടെ പോയിന്റ്സ് തന്നിരിക്കുന്നത്. സോ കൃത്യമായിട്ട് നമുക്ക് എക്സാമിന് എന്തൊക്കെ ചോദിക്കും എന്നുള്ളൊരു ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ പോയിന്റ്സ് തന്നിരിക്കുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ ആണല്ലോ. ദെൻ ആദ്യം തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ബോൺ ഓൺ 2nd October 1869. അതെന്തായാലും ചോദിക്കില്ല. പക്ഷെ ജസ്റ്റ് നമുക്കൊരു കോമൺ നോളേജ് എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു പോയിന്റ് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്താ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. ജനിച്ചത് 2nd October 1869 ആണ്. ദെൻ ഹി വാസ് പോപ്പുലർലി നോൺ as ബാപ്പു. നമുക്കറിയാലോ, ബാപ്പുജി എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. Then, by education, I mean an all-round drawing out of the best in the child and man, body, mind and spirit. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഒരു ഡെഫിനിഷൻ ആണ്. അതായത് എന്താണ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി? എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ഐ മീൻ ആൻ all-round drawing out of the best in the child and man, body, mind and spirit എന്നുള്ളതാണ്. സോ ഈ ഒരു ഡെഫിനിഷൻ, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇത് കുറേ തവണ എക്സാമിന്, ഇപ്പൊ സെറ്റ് എക്സാമിന് മാത്രമല്ല നമ്മുടെ നെറ്റ് എക്സാമിനാണെങ്കിലും അല്ലെങ്കിൽ കേറ്ററ്റിനാണെങ്കിലും അങ്ങനെ കോമൺലി ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു മഹാത്മാഗാന്ധി എന്നുള്ളത്. അപ്പൊ അത് നല്ലപോലെ തന്നെ പഠിച്ചു വെക്കണം. ഇനി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മളിപ്പോൾ ഏത് ഫിലോസഫേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് എമിനന്റ് തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ടോപ്പിക്സ് ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് അതിൽ തന്നെ വരുന്ന സബ് ടോപ്പിക്സ് ഉണ്ടല്ലോ. ഇപ്പൊ എന്താ, ഒന്ന് ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദിസ് ഫിലോസഫർ, then അടുത്തത് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദിസ് ഫിലോസഫർ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓരോ സ്ലൈഡിലും തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇനി ബിലീവ്ഡ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഹോളിസ്റ്റിക്, ഫോക്കസിങ് ഓൺ ദ ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്സ്. ഇപ്പൊ 3H എന്ന് പറയും, ഇതിന് 3H എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 3H അക്കോർഡിംഗ് ടു ഗാന്ധിജി? ഹെഡ്, ഹാർട്ട്, ഹാൻഡ്സ്. അതായത് നമ്മുടെ ഡൊമൈൻസ് പറയില്ലേ, ഇപ്പൊ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമി ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിൽ 3 ഡൊമൈൻസ് നമ്മൾ പറയില്ലേ, കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ. അത് തന്നെയല്ലേ നോക്കിക്കേ. അതായത് കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ മൈൻഡ്, ബ്രെയിൻ ഓർ ഹെഡ്. അതാണ് ഹെഡ് എന്ന് പറയുന്നത്. ദെൻ അഫക്റ്റീവ് ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഇമോഷൻസ് ആണ്. ഇമോഷൻസ്, ഫീലിങ്സ്, അഫെക്ഷൻ, ദാറ്റ് ഈസ് ഹാർട്ട്. ദെൻ അടുത്തത് സൈക്കോമോട്ടോർ ഡൊമൈൻ ആണ്. സോ സൈക്കോമോട്ടോർ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഹാൻഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതാണ് ഹാൻഡ് എന്ന് പറയുന്നത്. സോ 3H അക്കോർഡിംഗ് ടു ഗാന്ധിജി എന്ന് പറയുന്നത് ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്സ് ആണ്. ഇനി emphasized moral and ethical development along with intellectual growth, then advocated for self reliance. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഓരോ പോയിന്റ്സ് പഠിക്കുന്നത് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അഡ്വക്കേറ്റഡ് ഫോർ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി ത്രൂ എഡ്യൂക്കേഷൻ. അതായത് ഗാന്ധിജി ആദ്യകാലങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ സ്കൂളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെഡിനായിട്ടുള്ള കാര്യങ്ങൾ, ബ്രെഡ് എന്ന് പറയുമ്പോൾ എന്താ, ഈ ബ്രെഡ് അല്ല, ഫുഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ഫുഡിനുള്ള വഴി അവർ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
അതിന് വേണ്ടിയിട്ടുള്ള വഴി അവർ കണ്ടെത്തണം, അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടാവണം പഠിക്കേണ്ടത് എന്നൊരു മീനിങ് അവിടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അഡ്വക്കേറ്റഡ് ഫോർ സെൽഫ് റിലയൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി. അവർ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, എഡ്യൂക്കേഷനിലൂടെ അത്തരം കാര്യങ്ങളും കൂടെ അവർക്ക് നേടിയെടുക്കണം എന്ന് ഗാന്ധിജി അവിടെ മെയിൻലി പറഞ്ഞ 2 കാര്യങ്ങളാണ്. ദെൻ ബേസിക് എഡ്യൂക്കേഷൻ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ്. ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈ താലിം ഓർ വാർധ സ്കീം, ഇതെല്ലാം ഒരേ പേരുകളാണ്. അതായത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയാറുണ്ട്, നൈ താലിം എന്ന് പറയാറുണ്ട്, വാർധ സ്കീം എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങൾ വന്നാലും അത് ഗാന്ധിജിന്റെ ആണെന്ന് മനസ്സിലാക്കുക. ബേസിക് എഡ്യൂക്കേഷൻ, നൈ താലിം, വാർധ സ്കീം. Then നൈ താലിം ഓർ ബേസിക് എഡ്യൂക്കേഷൻ വാസ് കൺസീവ്ഡ് അറ്റ് ദ വാർധ കോൺഫറൻസ്. വാർധയിൽ വെച്ചിട്ട് ഒരു കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോൺഫറൻസ് എപ്പോഴാണ് നടന്നേ? 1937 നടന്നത്. ഹെഡഡ് ബൈ ഡോക്ടർ സക്കീർ ഹുസൈൻ. ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് അത് നേതൃത്വം കൊടുത്തത്, അല്ലെങ്കിൽ അതിൽ ആ കോൺഫറൻസിലെ മെയിൻ ആയിട്ട് നിന്നത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. വാസ് ബേസ്ഡ് ഓൺ എ സീരീസ് ഓഫ് ആർട്ടിക്കിൾസ് പബ്ലിഷ്ഡ് ബൈ ഗാന്ധി ഇൻ ഹരിജൻ. ഏതാണ് ഇത്? ഏതിലാണ് പബ്ലിഷ് ചെയ്തത്? ഹരിജനിലാണ് പബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇതും കൂടെ നോക്കി വയ്ക്കുക. അതായത് ഈ ഓരോ പോയിന്റും ഇപ്പൊ ഈ സ്ലൈഡിൽ തന്നിട്ടുള്ള പോയിന്റിന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നോക്കിക്കേ. ഒന്ന് നൈ താലിം ആരുടെയാണെന്ന് ചോദിക്കാം. നൈ താലിമിന്റെ മറ്റൊരു പേരാണ് ബേസിക് എഡ്യൂക്കേഷൻ. ഇനി അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? വാർധയിൽ വെച്ചിട്ടാണ് നടന്നത്. സോ വാർധ കോൺഫറൻസ് നടന്നത് 1937 ആണ്. ഹെഡഡ് ബൈ ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഇനി എന്താണ് അത് പബ്ലിഷ് ചെയ്തത്? ഏതിലാണ്? ഹരിജൻ. അതായത് ഹരിജനിൽ പബ്ലിഷ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇത് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ബേസിക് എഡ്യൂക്കേഷനിൽ എന്താണ്? കുട്ടികൾക്ക് ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം. അപ്പൊ അവിടെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടി. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി കോർ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് കോർ പ്രിൻസിപ്പിൾസ് അക്കോർഡിംഗ്, അതായത് മഹാത്മാഗാന്ധിജിന്റെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോർ പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന്, എഡ്യൂക്കേഷൻ ത്രൂ ക്രാഫ്റ്റ് സച്ച് ആസ് വേവിംഗ്, അഗ്രികൾച്ചർ ഓർ കാർപ്പൻട്രി. നമ്മൾ പറഞ്ഞല്ലോ, അതായത് എഡ്യൂക്കേഷനിലൂടെ കുട്ടികൾ എന്തായിരിക്കണം? സെൽഫ് റിലയന്റ് ആയിരിക്കണം, സെൽഫ് സഫിഷ്യൻസി അവർക്ക് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്, എഡ്യൂക്കേഷൻ ത്രൂ ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് സച്ച് ആസ് വേവിംഗ്, അഗ്രികൾച്ചർ ഓർ കാർപ്പൻട്രി. ദെൻ സെൽഫ് സഫിഷ്യൻസി പറഞ്ഞല്ലോ, സ്കൂൾസ് വുഡ് എയിം ടു ബി ഫിനാൻഷ്യലി സെൽഫ് സഫിഷ്യന്റ് ത്രൂ ദ സെയിൽ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്റ്റുഡൻസ്. അപ്പോൾ ഈ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അത് വിറ്റുകൊണ്ട് എന്ത് ചെയ്യാം? അവർക്ക് പൈസ, അവർക്ക് ഫുഡിനായിട്ടുള്ള പൈസ അവർക്ക് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു കോൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, അടുത്ത പോയിന്റ് ആണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അതായത് കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് ആണ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടോർ ഡൊമൈൻ, അതെല്ലാം കൂടെ വരുന്നത് നമ്മുടെ ഹെഡ്, ഹാർട്ട്, ഹാൻഡ്സ്, അത് 3ഉം വരുന്നത് അല്ലെ. അതാണ് എംഫസൈസ് ഓൺ ഇന്റലക്ച്വൽ, മോറൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഇത് പല രീതിയിൽ പറയുന്നേ ഉള്ളൂ. കോൺസെപ്റ്റ് ഇതാണ്. ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കോംപ്രഹെൻസീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എഡ്യൂക്കേഷനിലൂടെ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് മാത്രമല്ല ഡെവലപ്പ് ചെയ്തെടുക്കണ്ടേ. ഏതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണം? അഫക്റ്റീവ് ഡൊമൈൻ ആയിട്ടുള്ള ഇപ്പൊ ഇമോഷൻസ്, ഫീലിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ നമ്മുടെ സൈക്കോമോട്ടോർ ഡൊമൈനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അത് പല രീതിയിൽ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. സോ എക്സാമിന് അത് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഗാന്ധിജിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇത് തെറ്റ് ഏത് എന്ന് താഴെ തന്നിരിക്കുന്നതിൽ മഹാത്മാഗാന്ധിയായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്ന രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സോ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി കരിക്കുലം ആൻഡ് പെഡഗോഗി. ഓക്കെ, കരിക്കുലം ആൻഡ് പെഡഗോഗി അക്കോർഡിംഗ് ടു മഹാത്മാ ഗാന്ധി. ഇന്റഗ്രേഷൻ ഓഫ് വർക്ക് ആൻഡ് അക്കാഡമിക്സ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. എന്താ? ഇന്റഗ്രേഷൻ ഓഫ് വർക്ക് ആൻഡ് academics. Academic subjects were taught in the context of the chosen craft. Then learning through experience. Students learned by engaging in productive work, understanding the value and dignity of labor. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ക്രാഫ്റ്റ് വർക്ക്, അതുപോലെ തന്നെ എന്താ വേവിങ്, അഗ്രികൾച്ചർ, കാർപ്പൻട്രി എന്നതൊക്കെ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുത്താൻ പറയുന്നത്. ഈ ഒരു പോയിന്റ്സ്, ഈ വാല്യൂസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്.
Then educational philosophy according to Mahatma Gandhi. ഏതൊക്കെയാ? Education should develop the character, discipline and social responsibility. Then advocated for education in the mother tongue to promote the better understanding and cultural preservation. ഈ പോയിന്റ് ശ്രദ്ധിച്ചോ? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ ഒന്നാമത്തെ കാര്യം വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പഠിപ്പിക്കുന്ന നല്ലപോലെ ശ്രദ്ധിക്കുക. കാരണം ഇനി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കണം. സോ അഡ്വക്കേറ്റഡ് ഫോർ എഡ്യൂക്കേഷൻ ഇൻ ദ മദർ ടങ് to promote better understanding and cultural preservation. Then stressed the importance of non-violence and truth in the educational process. നമുക്കറിയാലോ ഗാന്ധിജിന്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ ആണ് അഹിംസ എന്ന് പറയുന്നത് അല്ലെ. അഹിംസ അവിടെ അദ്ദേഹം കൂടുതലും പറയുന്നത് അഹിംസയെ കുറിച്ച് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സ്കൂളിൽ എഡ്യൂക്കേഷന്റെ കേസ് എടുക്കുന്ന സമയത്തും കുട്ടികളും ആ ഒരു രീതിയിൽ വരണം എന്നാണ് ഇവിടെ ഗാന്ധിജി പറയുന്നത്. ഇനി അടുത്ത കാര്യം എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ഗാന്ധിജി. എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു ഫിലോസഫറുടെ പഠിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കോർ പ്രിൻസിപ്പിൾസ്, ദെൻ എന്തൊക്കെയാ, പിന്നെ ഈ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു ദാറ്റ് ഫിലോസഫർ എന്നുള്ള കാര്യങ്ങൾ. സോ ഫോസ്റ്റർ വാല്യൂസ് ഓഫ് ട്രൂത്ത് ഓർ സത്യ ആൻഡ് നോൺ വയലൻസ്, ദാറ്റ് ഈസ് അഹിംസ. ഒന്നാമത്തെ പോയിന്റ് ആയല്ലോ. ഫോസ്റ്റർ വാല്യൂസ് ഓഫ് ട്രൂത്ത്, ദാറ്റ് ഈസ് സത്യ, ആൻഡ് നോൺ വയലൻസ്, ദാറ്റ് ഈസ് അഹിംസ. ദെൻ develop the self discipline and a strong moral character. നമ്മൾ പറഞ്ഞു സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സ്ട്രോങ് മോറൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കാം. equip the students with the practical skills for self sufficiency. അപ്പോൾ അവിടെ എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിൽ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അതാണ് equip the students with the practical skills for self-sufficiency. Then encourage the economic independence through vocational training. നമ്മൾ പറഞ്ഞല്ലോ ഗാന്ധിജി പറയുന്നത് ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് തന്നെ ഏർണിങ്സ് ഉണ്ടാക്കണം. അതായത് അവരുടെ ഫുഡ്, അവരുടെ ബ്രെഡിനായിട്ടുള്ള പൈസ അവർ തന്നെ ഉണ്ടാക്കണം എന്നൊരു രീതിയിലാണ്. അപ്പൊ അതിനായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, ദെൻ ക്രാഫ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ, ദെൻ എന്താ ഇപ്പൊ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് എന്തിനു വേണ്ടിയിട്ടാ? എക്കണോമിക് ഇൻഡിപെൻഡൻസ് ത്രൂ വൊക്കേഷണൽ training. Promote social equality and justice. Then ensure balanced growth of physical, mental and spiritual facilities. Then integrate physical labor with intellectual pursuits for comprehensive development. അപ്പോൾ ഈ ഓരോ പോയിന്റ്സും ഞാൻ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള പോയിന്റ്സ് ആണ് ഇത്. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സോ ഒരു പോയിന്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് അക്കോർഡിംഗ് ടു ഗാന്ധിജി. ഇപ്പൊ നമ്മുടെ വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി പഠിക്കുമ്പോൾ ഐഡിയലിസം വരുന്നുണ്ട്, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, റിയലിസം, എക്സിസ്റ്റൻഷ്യാലിസം, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ ഐഡിയലിസം പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ എയിംസ്, ദെൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്, റോൾ ഓഫ് ദി ടീച്ചർ, ഡിസിപ്ലിൻ, അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്, കരിക്കുലം. അപ്പൊ അതേപോലെ തിങ്കേഴ്സിനെ പഠിക്കുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ, ദെൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്, ദെൻ കരിക്കുലം അക്കോർഡിംഗ് ടു മഹാത്മാ ഗാന്ധിജി, ഡിസിപ്ലിൻ അക്കോർഡിംഗ് ടു മഹാത്മാ ഗാന്ധിജി ഓർ എനി അതർ ഫിലോസഫേഴ്സ്, അത് പഠിക്കണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നേ? മെത്തേഡ് ഓഫ് ടീച്ചിങ് അക്കോർഡിംഗ് ടു ഗാന്ധിജി. ഒന്ന് ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പ്രാഗ്മാറ്റിസത്തിലാണ് ലേണിംഗ് ബൈ ഡൂയിങ്, അവിടെ ജോൺ ഡൂയി പറഞ്ഞ കാര്യമാണ് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത്. പക്ഷെ ഗാന്ധിജി, നമ്മളിപ്പോ ഐഡിയലിസം പഠിക്കുമ്പോൾ അവിടെ ഗാന്ധിജി ഉണ്ട്, പ്രാഗ്മാറ്റിസം പഠിക്കുമ്പോൾ അവിടെ ഗാന്ധിജി ഉണ്ട്, നാച്ചുറലിസം പഠിക്കുമ്പോൾ അവിടെ ഗാന്ധിജി ഉണ്ട്. അപ്പൊ ഗാന്ധിജി ആക്ച്വലി ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പൊ അതുകൊണ്ട് പല വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫിയുടെയും നമുക്ക് പോയിന്റ്സ് കാണാനായിട്ട് സാധിക്കും. അതാണ് ലേണിംഗ് ബൈ ഡൂയിങ്. ശരിക്കും ലേണിംഗ് ബൈ ഡൂയിങ് പ്രാഗ്മാറ്റിസത്തിൽ വരുന്നതാ. ഇനി മദർ ടങ് ഇൻസ്ട്രക്ഷൻ, അതായത് കുട്ടികൾ പഠിക്കുന്നത് മദർ ടങ്ങിലായിരിക്കണം. അങ്ങനെ ആണെങ്കിലാണ് അവർക്ക് അതിനെക്കുറിച്ച് കോൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആവുള്ളൂ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഓക്കെ, ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്താണ്? ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് പറയുന്നത് നമ്മളിപ്പോ റിയൽ ലൈഫുമായിട്ട് ബേസ് ചെയ്ത് പഠിപ്പിക്കുക, അതുപോലെ തന്നെ സബ്ജക്ട്സിനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. ദെൻ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. അപ്പൊ പഠിക്കുന്നതിൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റും കൂടെ, ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വേണം. പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അക്കോർഡിംഗ് ടു
മഹാത്മാ ഗാന്ധിജി. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പല തവണ നമുക്കിപ്പോൾ സെറ്റ് എക്സാമിന് ചോദിച്ചില്ലെങ്കിൽ പോലും നെറ്റ് എക്സാമിന് കൂടുതലായിട്ടും ഇത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ നമുക്ക് സെറ്റിനും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. Gandhi's philosophy of education is naturalistic in its settings, idealistic in its aim, and pragmatistic in its method. ഇത് തിരിച്ചും മറിച്ചും ഓപ്ഷൻസ് തന്നുകൊണ്ട് ചോദിക്കാം. പക്ഷെ കറക്റ്റ് ആൻസർ ഇങ്ങനെയാണ്. അതായത് ഗാന്ധിസ് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, നമ്മൾ പറഞ്ഞു മഹാത്മാഗാന്ധി ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ മാത്രമല്ല വിശ്വസിക്കുന്നത്. എങ്ങനെയാണ്? നാച്ചുറലിസ്റ്റിക് ഇൻ ഇറ്റ്സ് സെറ്റിംഗ്സ്, ദെൻ ഐഡിയലിസ്റ്റിക് ഇൻ ഇറ്റ്സ് എയിം ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റിക് ഇൻ ഇറ്റ്സ് മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ്ങിലാണ് വിശ്വസിച്ചത്. അതേതാ? പ്രാഗ്മാറ്റിസം ആണ്. അതാണ് പ്രാഗ്മാറ്റിസ്റ്റിക് ഇൻ ഇറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഐഡിയലിസ്റ്റിക് ഇൻ ഇറ്റ്സ് എയിം എന്ന് പറയുമ്പോൾ ഐഡിയലിസത്തിന്റെ കുറച്ച് എയിംസ് ഉണ്ട് അല്ലേ? ഇപ്പൊ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള കാര്യങ്ങൾ, സെൽഫ് റിയലൈസേഷൻ പോലുള്ള കാര്യങ്ങളാണ് ഐഡിയലിസത്തിന്റെ എയിം ആയിട്ട് വരുന്നത് ആണല്ലോ. അപ്പൊ അതിൽ പറയുന്നുണ്ട് സെൽഫ് സഫിഷ്യൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് ഗാന്ധിജി എന്ത് ചെയ്ത് ഐഡിയലിസം ഫോളോ ചെയ്യുന്നത് എയിമിലാണ്. ദെൻ നാച്ചുറലിസ്റ്റിക് ഇൻ ഇറ്റ് സെറ്റിംഗ്സ്, അതായത് നേച്ചറിൽ ഇറങ്ങി ചെന്ന് പഠിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഗാന്ധിജിൻ്റെതും. അപ്പൊ അതുകൊണ്ടാണ് നാച്ചുറലിസ്റ്റിക് ഇൻ ഇറ്റ് സെറ്റിംഗ്സ്, ഐഡിയലിസ്റ്റിക് ഇൻ ഇറ്റ്സ് എയിം ആൻഡ് പ്രാഗ്മാറ്റിസ്റ്റിക് ഇൻ ഇറ്റ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കോൺട്രിബ്യൂഷൻസ് ടു എഡ്യൂക്കേഷൻ. സോ കോൺട്രിബ്യൂഷൻസ് ടു എഡ്യൂക്കേഷനിലും നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അതിന്റെ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. സോ ശ്രദ്ധിക്കുക. എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ദ ഫോണിക്സ് സെറ്റിൽമെന്റ് ആൻഡ് ടോൾസ്റ്റോയ് ഫാം ഇൻ സൗത്ത് ആഫ്രിക്ക. ഫോണിക്സ് സെറ്റിൽമെന്റ് ആൻഡ് ടോൾസ്റ്റോയ് ഫാം ഇൻ സൗത്ത് ആഫ്രിക്ക ആൻഡ് ലേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദി ഗുജറാത്ത് വിദ്യാപീഠ് ഇൻ ഇന്ത്യ. അപ്പൊ ഈ 3 കാര്യങ്ങൾ, 1 ദെൻ ടോൾസ്റ്റോയ് ഫാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, 2 ദെൻ ഗുജറാത്ത് വിദ്യാപീഠ്, 3. ഈ 3 എണ്ണവും ആരുടെ ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗാന്ധിജിയാണ്. ദെൻ ചാമ്പ്യൻഡ് ദ കോസ് ഓഫ് അഡൽട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ക്യാമ്പയിൻ. സോ അഡൽട്ട് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് ലിറ്ററസി ക്യാമ്പയിൻസ്. ഓക്കെ, ലിറ്ററസി ക്യാമ്പയിൻ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഗാന്ധിജിന്റെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ടൈപ്പാണ് വരാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് മഹാത്മാഗാന്ധി? സബർമതി ആശ്രം, നൈ താലിം, ഗീതാഞ്ജലി, ശാന്തിനികേതൻ, ക്രാഫ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. അപ്പൊ നമുക്ക് 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ദെൻ 4 ഓപ്ഷൻസും കൂടെ തന്നിട്ടുണ്ട്. എ, ബി ആൻഡ് ടി ഓൺലി, സി ആൻഡ് ഡി ഓൺലി, എ ആൻഡ് ടി ഓൺലി, ബി ആൻഡ് ഡി ഓൺലി. അപ്പൊ ഇതിൽ ഏതൊക്കെ വരും നോക്കിക്കേ. സബർമതി ആശ്രം, ഇതിപ്പോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് സബർമതി ആശ്രമിനെ കുറിച്ച് പഠിപ്പിച്ച് തന്നില്ലെങ്കിലും എല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യമാണ് സബർമതി ആശ്രം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓക്കെ ആണല്ലോ. ഇനി നൈ താലിം നമ്മളിപ്പോ പറഞ്ഞു, ബേസിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈ താലിം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ക്രാഫ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷനും ഞാൻ പറഞ്ഞു അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നുള്ളത്. ഈ ഗീതാഞ്ജലിയും ശാന്തിനികേതനും ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാ? ഗീതാഞ്ജലിയും ശാന്തിനികേതനും ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? രവീന്ദ്രനാഥ ടാഗോറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഏതാണ്? ഗീതാഞ്ജലിയും ശാന്തിനികേതനും രവീന്ദ്രനാഥ ടാഗോർ. അത് നമ്മൾ ഇനി പഠിക്കും. അതിനി വേറൊരു ഫിലോസഫർ ആയിട്ട് നമുക്ക് സിലബസിൽ കൊടുത്തൊരു കാര്യമാണ്. സോ എയും അതുപോലെ ബി ആൻഡ് ഇ ഇതാണ് വരുന്നത് അല്ലെ. എ, ബി ആൻഡ് ഇ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Given below are 2 statements. Statement 1 ഇതാണ്. നൈ താലിം വാസ് സജസ്റ്റഡ് ബൈ ദി സക്കീർ ഹുസൈൻ കമ്മിറ്റി അറ്റ് വാർദ. എന്താണ്? നൈ താലിം വാസ് സജസ്റ്റഡ് ബൈ ദ സക്കീർ ഹുസൈൻ കമ്മിറ്റി അറ്റ് വാർദ. ഇനി നൈ താലിം സജസ്റ്റഡ് ദാറ്റ് all education must be in English to make independent citizens. അപ്പോൾ നന്നായിട്ട് ആലോചിക്കുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. Both statement 1 and statement 2 are incorrect. Then statement 1 is correct but statement 2 is incorrect. Then statement 1 is incorrect but statement 2 is correct. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് അല്ലേ? കാരണം നമ്മൾ പഠിച്ചതാണ്. ഇവിടെ വാർദ കോൺഫറൻസ് നടന്നു. അത് ഹെഡ് ചെയ്തത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണെന്നുള്ളത്. സോ നൈ താലിം വാസ് സജസ്റ്റഡ് ബൈ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി അറ്റ് വാർദ. അത് ശരിയാണ് അല്ലേ?
ഇനി നൈതാലും സജസ്റ്റഡ് ദാറ്റ് ഓൾ എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ഇൻ ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് എന്നുള്ള ഒരു കാര്യം അവിടെ ഇല്ലെങ്കിൽ അത് ശരിയായിരുന്നു, പക്ഷെ ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് അത് തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമേ കറക്റ്റ് ഉള്ളൂ, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, തെറ്റാണ്. അതായത് ഓപ്ഷൻ 3-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് teachers are to be self-sacrificing, boys and girls should not be taught together, regional languages should be the medium of instructions at primary levels, teachers manage their living within the modest salaries, then interest is to be the basis of learning. ഇതാണ് 5 പോയിന്റ്സ് തന്നിരിക്കുന്നത് ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് അറിയണം. ഇവിടെ എല്ലാത്തിലും 3, ദെൻ അവസാനത്തെ മാത്രം 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമുക്കറിയണം. നോക്കാം, ടീച്ചേഴ്സ് ആർ ടു ബി സെൽഫ് സാക്രിഫൈസിങ് എന്നൊരു പോയിന്റ്. നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെ ആയിരിക്കണം, പഠിപ്പിക്കുന്ന സമയത്ത് അവർ സെൽഫ് സാക്രിഫൈസിങ് ആയിരിക്കണം. അതായത് എന്തെങ്കിലും സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു സെൽഫ് സാക്രിഫൈസ് ചെയ്യണം എന്ന കാര്യം ഗാന്ധിജി പറയുന്നുണ്ടല്ലോ. സോ ഒന്നാമത്തെ പോയിന്റ് ശരിയാണ്. ഇനി ബോയ്സ് ആൻഡ് ഗേൾസ് ഷുഡ് നോട്ട് ബി ടോട്ട് ടുഗദർ, അങ്ങനെ എന്തായാലും ഗാന്ധിജി പറയില്ല. ഗാന്ധിജി എന്നല്ല, എന്തായാലും ഒരു വിധത്തിൽപ്പെട്ട ഫിലോസഫേഴ്സ് ഒന്നും അങ്ങനെ പറയുന്നത് നമുക്ക് തോന്നുന്നില്ല അല്ലെ. അപ്പൊ അത് തെറ്റാണ്. ഇനി റീജിയണൽ ലാംഗ്വേജ് ഷുഡ് ബി ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ അറ്റ് പ്രൈമറി ലെവൽ, അതും എന്താ, തെറ്റാണ്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ടീച്ചേഴ്സ് മാനേജ് ദെയർ ലിവിംഗ് വിത്തിൻ ദ മോഡസ്റ്റ് സാലറീസ് അല്ലെ, അതും എന്താണ്, ശരിയാണ്. മോഡസ്റ്റ് സാലറീസിൽ അവർക്ക് സാലറി കുറവാണെന്നുണ്ടെങ്കിൽ പോലും അത് വെച്ച് അവർ ഹാൻഡിൽ ചെയ്യണം. ഒരു സെൽഫ് സാക്രിഫൈസിംഗ് എന്നുള്ളൊരു മീനിങ് അവിടെയും വരുന്നുണ്ട്. ദെൻ ഇൻട്രസ്റ്റ് ഈസ് ടു ബി ദ ബേസിസ് ഓഫ് ലേണിംഗ്, സോ അതും ശരിയാണ്. സോ ഇവിടെ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, എ ശരിയാണ്, ദെൻ ഡി ശരിയാണ്, ഇ ശരിയാണ്. സോ എ ഡി ഇ എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓപ്ഷൻ 1, എ ഡി ആൻഡ് ഇ ഓൺലി. സോ ആൻസർ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ എയിം ഓഫ് ക്രാഫ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡഡ് ബൈ മഹാത്മാഗാന്ധി. ഒരു കാര്യം ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുവാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ എയിം ഓഫ് ക്രാഫ്റ്റ് ബേസ്ഡ് എഡ്യൂക്കേഷൻ റെക്കമെൻഡഡ് ബൈ മഹാത്മാഗാന്ധി ആൻഡ് വി ഹാവ് 4 ഓപ്ഷൻ. മീറ്റിംഗ് ദ എക്സ്പെൻസസ് ഓഫ് ദ ടീച്ചേഴ്സ് സാലറീസ്, അതാണോ? ഇനി ക്രിയേഷൻ ഓഫ് എ സ്പെഷ്യലൈസ്ഡ് ക്ലാസ് ഓഫ് ക്രാഫ്റ്റ്മെൻ, then dignity of labor, minimization of drift of rural youth to the cities in the search of jobs. അപ്പൊ ഇത് നെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോന് താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ അത് ഞാൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എന്തായാലും എക്സാം ഡേറ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ. അപ്പൊ ആ ദിവസങ്ങളിൽ നല്ലതുപോലെ തന്നെ പഠിക്കാന്നുള്ളതാണ് പറയാനുള്ളത്. സോ അതിനായിട്ട് നമ്മുടെ CCയിൽ ഒരു സ്മാർട്ട് സ്റ്റഡി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, സ്മാർട്ട് സ്റ്റഡി ബാച്ച് 90 ഡേയ്സിന്റെ സ്മാർട്ട് സ്റ്റഡി ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ ഒരു നമ്പറിലോട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകിക്കരുത്, ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ അപ്ലൈ ചെയ്യാനും നിങ്ങൾ വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അല്ലാതെ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ, എന്തെങ്കിലും ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇനി അവസരം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് പഠിക്കാനും സ്റ്റാർട്ട് ചെയ്യുക. സോ ഇതുപോലുള്ള കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. So that's all from this session. Thank you.